ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് വെച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണ്. പക്ഷെ നമ്മൾ ഒരൊറ്റ ചേരുവ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. റവ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാവും. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാനിനകത്തോട്ട് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ തീ ഓൺ ചെയ്തിട്ടൊന്നുമില്ല. അതിനകത്തോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ തീ ഓൺ ചെയ്യാത്തതുകൊണ്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലപോലെ എല്ലായിടെയും ഒന്ന് ആ വെള്ളം ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മൾ തീ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് അടുക്കി പിടിക്കും. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ദേ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരുപാട് മസാലയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇതും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം. ഓൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തീ കൂട്ടി വെക്കരുത്. അപ്പോൾ തന്നെ അതങ്ങ് വല്ലാണ്ട് കട്ടിയായി പോകും. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. അതുപോലെ തന്നെ പാനിൽ നിന്ന് നല്ലപോലെ വിട്ട് വരുന്ന ആ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒന്ന് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 1-1.5 മിനിറ്റൊക്കെ മതി ഇതൊന്ന് കട്ടിയായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വേണം. അപ്പോൾ ഇത് ഏകദേശം പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. റവ ഒരുപാട് അങ്ങ് വെന്തിട്ടൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. നല്ല പോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിനൊരു ബൗളിനകത്തോട്ട് മാറ്റാം. പിന്നെ നമുക്ക് കൈയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ചൂടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അല്ലാതെ നല്ല ചൂടിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ചെറിയ ചൂടിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് നേരം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പെട്ടെന്ന് തന്നെ അത് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അതേ ഞാനിത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു 2-3 പോർഷനാക്കി മാറ്റിയെടുക്കാം. അത്യാവശ്യം വലിയ ഉരുളകളാക്കി എടുക്കുക. കാരണം നമുക്കിത് കുറച്ച് കട്ടിയിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്, ഒരുപാട് തിന്നായിട്ടല്ല. അപ്പോൾ ഞാനിത് 3 പീസാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യത്തെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ജസ്റ്റ് ഇതേപോലെ ചെയ്യാം. നന്നായിട്ട് നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ പരത്തുന്ന സമയത്ത് ഒരുപാട് ക്രാക്കൊന്നും വരില്ല നമ്മൾ പരത്തുമ്പോൾ. അപ്പോൾ ഇതേ ഞാനവിടെ പരത്തുന്ന പലകയിൽ കുറച്ച് ഓയിൽ തടവുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പരത്താനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് പ്രസ് ചെയ്ത് പരത്തണ്ട, ഒരു സോഫ്റ്റായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടണമെന്നൊന്നുമില്ല. ഇത് നമ്മൾ ഏകദേശം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ അത് ഈ ഒരു കട്ടിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 4 സൈഡ് നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്യാം. നമ്മളൊരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു ഷേപ്പാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി പകുതിയായിട്ട് നമുക്ക് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലെങ്തി ആയിട്ട് ഇതുപോലെ മുകളിലോട്ടും കട്ട് ചെയ്തെടുക്കുക. പിന്നെ കട്ട് ചെയ്യുന്ന സൈസൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ഇത്രയും കട്ടി ഉണ്ടാവണം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുത്താൽ മതി. നമ്മൾ ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ തന്നെ ഒരുപാടുണ്ടാവും കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവറിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നല്ല ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് അധികം ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. നമ്മൾ എത്രത്തോളം എണ്ണ എടുക്കുന്നുണ്ടോ അത്രയും നമുക്കിത് ഇട്ട് കൊടുക്കാം. കാരണം ഇതങ്ങനെ ഒരുപാട് പൊങ്ങി വരേണ്ട സാധനമൊന്നും അല്ല. അപ്പോൾ നമുക്കതിൽ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അധികം ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചോളൂ. കാരണം ഇത് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി കുറച്ച് വേവിച്ചിട്ടാണ് നമ്മൾ റവ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1-2 തവണ അങ്ങോട്ട് തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് കളറൊന്നും വേണമെന്നില്ല. നമ്മൾ ആ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒക്കെ ഒരു കളറിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചൊന്ന് ചൂടാറുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല കറുമുറുമായിട്ട് മാറും. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ അതേ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാവും. ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്, അപ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം അത് ക്രിസ്പി ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതേ നമുക്ക് ഒരെണ്ണം കട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക, നല്ല പോലെ കട്ടായിട്ട് കിട്ടും. ഇത് നമുക്ക് അതേപോലെ തന്നെ കുറേ ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അത് കുറേ ദിവസം ക്രിസ്പി ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഞാനത് ഒട്ടും ആ ക്രിസ്പിനെസ് പോകാണ്ടിരിക്കാനായിട്ട് ഞാനത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ അതിരിക്കും. അതുപോലെ തന്നെ സോസിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്ന അതേ ഒരു ഫീല് കിട്ടും, നല്ല ടേസ്റ്റാണ്. അതുപോലെ നിങ്ങൾക്ക് മസാല വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് മുളക് പൊടിയും അതേപോലെ തന്നെ ഉപ്പും ചാറ്റ് മസാല ഉണ്ട് അതൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ സോസൊന്നും ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ പെട്ടെന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് നാളെ 3 മണിക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.